शिला भक्ति वेदांत स्वामी कृपा महाराज की മലിനമായ ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തനാകുവാൻ കൃഷ്ണാബോധമല്ലാതെ മറ്റു ഉപായങ്ങളില്ലെന്ന് ഈ ശ്ലോകം ഊന്നി പറയുന്നു. ചില തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാർ വ്യക്തമായ ഈ അർത്ഥത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സർവ്വ സേവനങ്ങളും ഭക്തിപൂർവം ഭഗവാൻ കൃഷ്ണൻ അർപ്പിക്കേണ്ടതാണെന്നാണ് ഈ പദ്യത്തിന്റെ സാരം. നിർഭാഗ്യവശാൽ മേൽപ്പറഞ്ഞ കൂട്ടർ തീരെ അപ്രായോഗികമായ വഴിക്കാണ് വായനക്കാരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നത്. കൃഷ്ണന്റെ മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വെറുമൊരു മനുഷ്യനല്ല കൃഷ്ണൻ, പരമസത്യമാണ്. അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാണ്. നിരപേക്ഷനാണ് കൃഷ്ണൻ. ചൈതന്യ ചരിതാമൃതത്തിന് എഴുതിയ അനുഭാഷ്യം എന്ന ടിപ്പണിയിൽ ആദിലീല 5.41.48 ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി പൂർവ്വപുരാണത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. ദേഹദേഹി വിഭേദായം ഈശ്വരേ വിദ്യതേ കുചേൻ. ഈശ്വരനായ കൃഷ്ണനിൽ ദേഹം ദേഹി എന്നിങ്ങനെ ഭേദങ്ങളില്ല എന്നർത്ഥം. എന്നാൽ കൃഷ്ണനെ കുറിച്ചുള്ള ഈ ശാസ്ത്രം സാധാരണ ഭാഷ്യകാരന്മാർക്ക് അറിയില്ല. അവർ കൃഷ്ണനെ ഒളിപ്പിക്കുകയാണ്. ഭഗവാന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ വിഭജിക്കുകയാണ്. കൃഷ്ണനെ കുറിച്ചുള്ള പൂർണ്ണമായ അജ്ഞതയാണെന്നെങ്കിലും ജനങ്ങളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നവരെ ചിലർ മുതലെടുക്കുന്നു. ആസുര സ്വഭാവികളായ ചിലരുണ്ട്. അവരും കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നു. കൃഷ്ണന്റെ മാതൃനായ കംസൻ ചെയ്തിരിക്കുന്ന പോലെ ഈർഷ്യയോടെ. കംസൻ വൈരി എന്ന നിലയിലാണെങ്കിലും കൃഷ്ണനെ സദാ ഓർമ്മിച്ചു പോന്നു. എപ്പോഴാണ് കൃഷ്ണൻ തന്നെ കൊല്ലാൻ വരുന്നതെന്ന് ഭയാക്രാന്തനായിരുന്നു ആ രാജാവ്. അങ്ങനെയുള്ള സ്മരണ നമ്മെ സഹായിക്കില്ല. പ്രേമ ഭക്തി പുരസരമാവണം കൃഷ്ണനെ സ്മരിക്കുന്നത്. അതാണ് ഭക്തി. കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് നിരന്തരം വളർത്തിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? അത് വിശ്വസ്തനായ ഗുരുവിൽ നിന്ന് പഠിക്കണം. പരമപുരുഷനാണ് കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണെന്ന് പലതവണ നാം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനെ കുറിച്ചുള്ള ഇത്തരം സംഭാഷണങ്ങളിൽ ഒരാളിൽ ഭക്തി ഉളവാക്കാൻ സഹായിക്കും. എന്നാൽ ശരിയായ സ്രോതസ്സിൽ നിന്നല്ലാതെ കൃഷ്ണനെ മനസ്സിലാക്കുന്നത് നിഷ്ഫലമാണ്. അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സൂന്നണം. കൃഷ്ണന്റെ പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെടണം. കൃഷ്ണാരാധനയ്ക്ക് ഉതകുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ 100,000-കണക്കിനുണ്ട്. അവിടെയെല്ലാം ഭക്തി സേവനം അനുഷ്ഠിക്കപ്പെടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൃഷ്ണന് പ്രണാമം അർപ്പിക്കണം. വിഗ്രഹത്തിന് മുന്നിൽ തലകുനിക്കുകയും തന്റെ ശരീരത്തിനെയും മനസ്സിനെയും കർമ്മങ്ങളെയെല്ലാം കൃഷ്ണാർപ്പണമായി തീർക്കുകയും വേണം. അങ്ങനെ വ്യതിചലിക്കാത്ത വിധം കൃഷ്ണനിൽ സ്വയം മുഴുകിയിരിക്കുവാൻ കഴിയും. ഇത് കൃഷ്ണലോകപ്രാപ്തിക്ക് സഹായിക്കും. തത്വദീക്ഷയില്ലാത്ത ഭാഷ്യകാരന്മാരെ പിന്തുടർന്ന് വഴിതെറ്റിപ്പോകരുത്. കൃഷ്ണ കഥകളുടെ ശ്രവണം, കീർത്തനം മുതലായ 9 പ്രക്രിയകളിൽ ഏർപ്പെടണം. ഭക്തിഭരിതമായ ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിന്റെ അത്യുത്കൃഷ്ടമായ നേട്ടം. ഗവേഷണപരമായ ജ്ഞാനം, അഷ്ടാംഗയോഗം, കാമ്യകർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമായ ശുദ്ധ ഭക്തി സേവനത്തെയാണ് 7-8 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ളത്. തികച്ചും പരിശുദ്ധി നേടാത്തവർ നിരാകാര ബ്രഹ്മജ്യോതിസിലും സ്ഥാനീയ പരമാത്മാവിലും ആകൃഷ്ടരായി പോകുന്നു. എന്നാൽ ശുദ്ധ ഭക്തൻ നേരിട്ട് ഭഗവാനെ സേവിക്കുന്നു. കൃഷ്ണനെ പറ്റി സുന്ദരമായ കവിതയുണ്ട്. ദേവാരാധനെല്ലാം മൂഢന്മാരാണെന്നും അവരൊരിക്കലും കൃഷ്ണന്റേതായ അത്യുത്കൃഷ്ട ഉപഹാരം നേടാനാവില്ലെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ആരംഭത്തിൽ ചിലപ്പോൾ ഒരു ഭക്തൻ ഉന്നത നിലവാരത്തിൽ നിന്ന് താഴെ വീണേക്കാം. എങ്കിലും ആ നിലയിലും എല്ലാ തത്വചിന്തകളെക്കാളും യോഗികളെക്കാളും ഉത്കൃഷ്ടനാണ് അയാൾ. എപ്പോഴും കൃഷ്ണാബോധത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളെ ശരിയായ സാധുവായി തന്നെ കരുതണം. ഭക്തന് ചേരാത്ത പ്രക്രിയകൾ യാദൃച്ഛികമായി അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ക്രമേണ അത്തരം പിഴകൾ ചുരുങ്ങി വരും. സംശയമന്യേ ഭക്തൻ തികച്ചും പൂർണ്ണത നേടുകയും ചെയ്യും. വാസ്തവത്തിൽ തികവുറ്റ ഭക്തന് വീഴ്ച പറ്റുന്നത് എളുപ്പമല്ല. ഭഗവാൻ സ്വയം തന്റെ ഭക്തന്മാരെ കാക്കുന്നുണ്ടല്ലോ. ബുദ്ധിമാനായ മനുഷ്യൻ നേരെ കൃഷ്ണാബോധ പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തുഷ്ടനായി ജീവിക്കാം. അവസാനം കൃഷ്ണന്റെ ഉത്കൃഷ്ടോപഹാരം നേടുകയും ആവാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാംഗ്യം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദഗമനം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം
സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാ കൃഷ്ണ പാദാൻ സഹഗണലളിതാൻ ശ്രീ വിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി ആശാദിദേശകാരിണേ. ഹേ കൃഷ്ണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീലാ പ്രഭാത് അവസാനത്തെ ശ്ലോകത്തിന്റെ പുറപ്പെട്ടില് ഈ 9-ാം അധ്യായത്തിന്റെ സമർപ്പിതിക്കാണ്. എല്ലാ ശ്ലോകങ്ങളുടെയും ഒരു ചുരുക്കമാണ് 9-ാം അധ്യായത്തിന്റെ പുറപ്പെട്ടില് ശ്രീലാ പ്രഭാത് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു റീക്യാപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇത് 9-ാം അധ്യായം അവസാനിക്കാൻ പോവാണ്. കുറേ അത് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 9-ാം അധ്യായം. ഭക്തി നമ്മളെ ശരിക്കും ഊന്നി മാക്സിമം അത് എത്രത്തോളം നമുക്ക് ഭക്തിയിൽ ഉൾക്കൊള്ളാൻ കഴിയുമോ, ഭക്തിയുടെ തത്വം എത്രത്തോളം വിശദീകരിക്കാൻ കഴിയുമോ എത്രത്തോളം വിശദീകരിക്കുന്ന അധ്യായമാണിത്. അപ്പോൾ ശ്ലോകം 28 ഇത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോൺട്രഡിക്ഷൻ ചില ശ്ലോകങ്ങൾക്ക് പലർക്കും തോന്നിയിരുന്നു. ശുഭ അശുഭരവൈരേവം ഫലരൈവം മോക്ഷസ്യ കർമ്മബന്ധനൈഹി സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാം വേഷസി എന്ന് പറയാണ്. അപ്പോ ഭഗവത്ഗീതയിലെ മാത്രമാണ് ശരിക്കും ഇത് പറയുന്നതോട് ശുഭ അശുഭ ഫലേരൈവം മോക്ഷസ്യ കർമ്മബന്ധനൈ. സാധാരണ കർമ്മബന്ധനം നമ്മൾ ചീത്ത കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തില് ബന്ധിക്കപ്പെടുന്നു. ആരെങ്കിലും കുറെ ചീത്ത ചെയ്ത് എന്താ ചീത്ത എന്താ ഉദ്ദേശിക്കണം? സാധാരണ തമോ ഗുണത്തിലും രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ് ചീത്ത കാര്യങ്ങൾ ചെയ്യാറ് അല്ലേ. തമോ ഗുണത്തിലുള്ള ആൾക്കാർ വളരെയധികം ഡൗൺ വളരെയധികം ലോവസ്റ്റ് മീൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കള്ളുപിടിക്കുക, കൊള്ള ചെയ്യുക, കൊലപാതകം ചെയ്യുക, ഭയങ്കര നികൃഷ്ടമായ ഘോര കർമ്മങ്ങൾ ചെയ്യുന്ന മെന്റാലിറ്റിയാണ് ആർക്കുള്ളത്? തമോ ഗുണത്തിലുള്ളത്. രജോ ഗുണത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആൾക്കാർക്ക് സ്ഥാനം വേണം, സമ്മാനം വേണം, എപ്പോഴും ആക്ടിവിറ്റി ചെയ്യണം. നമുക്ക് വരണം, എന്റെ ഫാമിലി വരണം, എന്റെ രാജ്യം വരണം, എന്റെ സൊസൈറ്റി വരണം, എന്റെ റിലീജിയൻ വരണം. ഭയങ്കരമായിട്ട് അതിനുവേണ്ടി യത്നിക്കുന്ന രാപ്പകൽ യത്നിക്കുക. അതനുസരിച്ച് എന്തെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് എൻജോയ്മെന്റ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാര് രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. പൊതുവെ അവരുടെ കർമ്മങ്ങൾ നമ്മൾ വിചാരിക്കും കർമ്മബന്ധനം ഉണ്ടാക്കും. എന്നാൽ സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് പോലും ശുഭ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പോലും കർമ്മബന്ധനം ഉണ്ടാകും എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. നല്ല കർമ്മങ്ങൾ എന്താണ് നല്ല കർമ്മങ്ങൾ? പൊതുവെ ചോദിക്കുന്നത് ദാനം അല്ലെ, എടുത്തു കഴിക്കുക, ദാനം, ആൾക്കാരെ സഹായിക്കുക, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, എന്താ പറയാ ഓൾഡ് ഏജ് ഹോംസ് ഉണ്ടാക്കുക, കുറെ എന്താ പറയാ ഈ ഫൗണ്ടേഷൻ, അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുക.
പിന്നെ കുറെ മ്യൂസീഷ്യൻസ്, അങ്ങനെ കലയെ പ്രോത്സാഹിപ്പിക്കുക, സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയും ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പൊതുവെ ഏത് ഗുണത്തിലുള്ള ആൾക്കാരാണ്? സത്വഗുണത്തിലുള്ള ആൾക്കാരാണ്, സത്വഗുണത്തിലുള്ള. പക്ഷെ ഇവിടെ ഭഗവത്ഗീത പറയാണ് ശുഭകർമ്മങ്ങളും നിങ്ങളെ കർമ്മബന്ധനത്തിൽ ഏർപ്പെടുത്തുന്നു എന്ന് പറയണം. അപ്പൊ ആ ബേസ് കർമ്മ, എല്ലാം കർമ്മത്തിലേക്ക് വരണം. അത് വളരെ ക്ലിയർ ആയിട്ട് ഭഗവത്ഗീത, ബാക്കി ഒരു ഫിലോസഫിയിലും ഇത്രയും വൃത്തിയായിട്ട് പറയില്ല. നീ വിധിച്ച കൊയ്യെന്നാണ് ബൈബിളിൽ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ചീത്ത കർമ്മങ്ങൾ ഒഴിവാക്കി നല്ല കർമ്മങ്ങൾ ചെയ്യാനാണ് അവിടെ പറയുന്നത്. പക്ഷെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ പോലും നിനക്ക് ഇവിടെ ബന്ധനം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയണം. അപ്പൊ അതിന്ന് എന്ത് വേണം? അതിന് സന്യാസ യോഗയുക്താത്മാ, സന്യാസയുക്ത യോഗയുക്താത്മാ, സന്യസിക്കണം. ഇന്നല്ല എല്ലാ കർമ്മങ്ങളും മാറി നിന്ന് യോഗയുക്തം, ഭക്തിയോഗത്തെ മാത്രം ആശ്രയിച്ച് ഇരിക്കുന്ന ആരാണോ വിമുക്തോ മാം ഉപേക്ഷസി, അയാൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുക്തിയാണ് വിമുക്തോ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുക്തി ഞാൻ തരുവാണ് എന്ന് ഭഗവാൻ ഭയങ്കര ഫേം ആയിട്ടാണ് ഭഗവാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്. യാതൊരു കൺഫ്യൂഷനും ഇല്ല, യാതൊരു ആംബിഗ്യൂറ്റി ഇല്ല. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം ഇങ്ങനെ ആംബിഗ്യൂറ്റി ആണ്. അത് ആംബിഗ്യൂസ് അല്ല, വളരെയധികം സ്പഷ്ടമാണ്, കറക്റ്റ് ആയിട്ട് പറയും. ഭഗവാൻ പറയാണ് എത്ര നല്ല കർമ്മം ചീത്ത കർമ്മമായാലും ശരി നീ ഇതിൽ ബന്ധപ്പെടും, പക്ഷേ എന്നെ ഭക്തിയോഗത്തിൽ എന്നെ പ്രാപിച്ചവന് ഇതിൽ നിന്ന് മുക്തനാകും എന്ന് ഭഗവാൻ പറയുമ്പോ അർജുനന് സംശയം തോന്നുകയാണ്. എന്താ ഭഗവാനെ, ഈ ഡിവോട്ടീസിനെ മാത്രമേ അങ്ങ് രക്ഷിക്കുള്ളൂ, നോൺ ഡിവോട്ടീസിനെ അങ്ങ് നോക്കില്ലേ? അങ്ങനെയാണോ വേണ്ടേ? എല്ലാം അങ്ങയുടെ ഭാഗം അങ്ങ് പറയണു, മമേ വാംശോ ജീവലോകെ പറയണു. പക്ഷെ അപ്പൊ എല്ലാം അവരെല്ലാം നമ്മുടെ ഭാഗങ്ങളായതുകൊണ്ട് എന്തുകൊണ്ട് അവരെ മാത്രം ഒരു പക്ഷാഭയത്തിലെ കാണിക്കുന്നത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അപ്പോൾ നെക്സ്റ്റ് ശ്ലോകം ഭഗവാൻ വേണം. അപ്പൊ ഭഗവത്ഗീത സീക്വൻസ് നമ്മൾ എപ്പോഴും നോക്കണം. ഒരു ശ്ലോകം ഒരു അധ്യായത്തിൽ നിന്ന് മറ്റേ അധ്യായത്തിലേക്ക്, ഒരു ശ്ലോകത്തിൽ നിന്ന് മറ്റേ ശ്ലോകത്തിലേക്ക്, ഒരു അധ്യായത്തിൽ നിന്ന് മറ്റേ അധ്യായത്തിലേക്ക് പട്ടിപട്ടിയായിട്ട് വരണം ശരിക്കും. അപ്പൊ ആ ചെയിൻ നമുക്ക് ശരിക്കും ഫോളോ ചെയ്താൽ ഫിലോസഫി ശരിക്കും മനസ്സിലാവുന്നത്. ചെയിൻ എവിടെ ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ശ്ലോകം എവിടെന്നെങ്കിലും എടുത്തിട്ട്, സാധാരണ ഈ ഭാഷകാരന്മാർ എങ്ങനെ ചെയ്യാം, ഏതെങ്കിലും അധ്യായത്തിന് ഏതെങ്കിലും ശ്ലോകം എടുത്തിട്ട് ഇട്ടുവരും, എന്നിട്ട് അതിന്റെ മീനിങ് ഇങ്ങനെയാണ്, ഇതിങ്ങനെ വിശകലനം ചെയ്യാം, ഇങ്ങനെ ഇന്റർപ്രഷൻ നടത്താം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്തെങ്കിലും അവർ പറയും. പക്ഷേ ഭഗവത്ഗീത കണ്ടിന്യൂസ് ഫ്ലോ ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോ പോയി കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം വരും. അപ്പൊ അർജുന എന്ന് ചോദിച്ചാൽ ഭക്ഷണം പറയാണ്. എന്താണ് നെക്സ്റ്റ് ശ്ലോകം? എന്താണ്? സമോഹം സർവഭൂതേഷു ന ദേഷ്യോസ്തി ന പ്രിയ യേ ഭജതേ തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്താണ് സമോഹം സർവഭൂതേഷു? ഞാൻ എല്ലാവർക്കും സമമായിട്ട് തന്നെ ഇരിക്കണം. ആരോടും പ്രത്യേക ദേഷ്യമോ പ്രത്യേക മമതയോ പ്രത്യേക വാത്സല്യോ ഇല്ല. എന്നിട്ടാണ് കുണുക്ക് നെക്സ്റ്റ് അടുത്ത ലൈനിൽ ഇവിടെ കുണുക്കിട്ടാണ് യേ ഭജതേ തു മാം ഭക്ത്യാ. തു എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസിയേഷൻ കൊടുക്കണം. തു എന്ന ഒറ്റ വാക്കില് നോൺ ഡിവോട്ടീസിനെയും ഡിവോട്ടീസിനെയും ഭഗവാൻ വേർതിരിച്ചു മാറ്റണം. യേ ഭജതേ തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ആരാണോ എന്നെ വളരെ ഭക്തിയോടുകൂടി പ്രാപിക്കുന്നത് അവരിൽ ഞാനുണ്ട്, ഞാൻ അവരിലുണ്ട്. വളരെ കൃത്യമായിട്ട് പറയണം. അപ്പൊ ഡിവോട്ടീസിന് ഭയങ്കര പാർഷ്യലായിട്ട് തന്നെ ഭഗവാൻ പറയണം. അപ്പൊ ഭഗവാനും ഭക്തന്മാരും നമ്മൾ ബന്ധം വളരെ ദൃഢമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു പേഴ്സണൽ കൺസെപ്റ്റ് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റില്ല. ഭക്തി എന്ന് പറയുമ്പോൾ ഒരു മീഡിയാണ്. അപ്പൊ ഒരു ഭഗവാൻ ഉണ്ടായിരിക്കണം, ഒരു ഭക്തൻ ഉണ്ടായിരിക്കണം, എന്നാലേ ഭക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലാണ് ശീതപ്രഭാത ശരിക്കും ബലദേവ് വിദ്യാഭൂഷണ എക്സാമ്പിൾ പറഞ്ഞ സ്വർണ്ണമാലയ്ക്കുള്ളിൽ ഒരു രത്നം പതിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ല തിളക്കമുള്ള സ്വർണ്ണമാല, നല്ല തിളക്കമുള്ള രത്നം, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒരു രത്നം, നല്ലൊരു രത്നം മാത്രം ഒരു നൂല് കെട്ടി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ? ഭംഗി ഉണ്ടാവും, എന്നാലും അത്രത്തോളം ഭംഗി ഉണ്ടാവില്ല. നല്ല സ്വർണ്ണമാല മാത്രം നിൽക്കുകയാണെങ്കിലോ? എന്നാൽ സ്വർണ്ണമാലയും നല്ല രത്നം കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ കോമ്പിനേഷനാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ കോമ്പിനേഷൻ. രാമായണത്തില് പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ ഭക്തഭക്തിമാൻ പറയുന്നുണ്ട്. ഭഗവാൻ ഭക്തഭക്തിമാൻ, ഭഗവാൻ ഭക്തന്മാരുടെ ഭക്തനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും പറയുന്നുണ്ട്, വേദാന്ത സൂത്രങ്ങളും തന്നെ പറയുന്നുണ്ട്, അഭ്യുദേച്ച അഭ്യുപുല്യദേച്ച എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പാർഷ്യാലിറ്റി ഈ സപ്പോർട്ട്. വേദാന്ത സൂത്രത്തിൽ ഭഗവാന്റെ ഈ പാർഷ്യാലിറ്റി, ഭക്തന്മാരുള്ള ഈ പാർഷ്യാലിറ്റി വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ചോദിക്കുക, അർജുൻ ചോദിക്കും, അതിലിപ്പോ അങ്ങനെ പാർഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റുമോ? നല്ലൊരു കർമ്മം ചെയ്തുകൊണ്ട്, നല്ല കർമ്മം ചെയ്തുകൊണ്ട് ഇയാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക്
വരാൻ പറ്റും, ഭക്തി ചെയ്യാൻ പറ്റി. മറ്റൊരാളുടെ കർമ്മം മോശമായതുകൊണ്ട് അയാൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയില്ല, ഭക്തി ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ക്വാളിറ്റി കൊണ്ടല്ലേ ഭഗവാന്റെ അടുത്തേക്ക് വന്നേ? ഭഗവാന്റെ ഒരു പാർഷ്യാലിറ്റി ആണോ? മനസ്സിലായോ അർജുന്റെ ചോദ്യം? ഭഗവാൻ പറയണ ഞാൻ ഭക്തരോട് പാർഷ്യാലിറ്റി കാണിക്കണമെന്ന് പറയുമ്പോ അപ്പൊ ചോദിക്കാം, എന്തുകൊണ്ട് ഒരാൾ ഭക്തനായി? അയാൾ നല്ല കർമ്മം ചെയ്തുകൊണ്ടല്ലേ അയാൾ ഭക്തനായത്? അപ്പോ അയാളുടെ ആ ക്വാളിറ്റി കൊണ്ടല്ലേ ഭഗവാന്റെ, അത് ഭഗവാന്റെ ഒരു പ്രത്യേക പാർഷ്യാലിറ്റി കൊണ്ടല്ലല്ലോ എന്ന് ചോദ്യം വരാം. എന്തുവേണം? എനിക്ക് മനസ്സിലായ ചോദ്യം അല്ലേ? അങ്ങനെ ചോദ്യം വരാം. അപ്പൊ ഭഗവാൻ പറയാണ്, നോ, കർമ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഭക്തി കർമ്മവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ. ബിക്കോസ് ഭക്തി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കർമ്മ. അത് ഭഗവത്ഗീതയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ എവിടെ ഫിലോസഫിയിൽ പറയില്ല. ഭക്തി ഈസ് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമാണ് ഭക്തി എന്നുള്ളത്. ഭക്തിയും കർമ്മവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കർമ്മം അനുസരിച്ച് നമുക്കൊരു പക്ഷേ മനുഷ്യന്റെ ശരീരം കിട്ടാം, മൃഗത്തിന്റെ ശരീരം കിട്ടാം, വേറെ ദേവന്മാരുടെ ശരീരം കിട്ടാം, ഗന്ധർവന്മാരുടെ ശരീരത്തിൽ കിട്ടാം, നല്ല കുടുംബത്തിൽ പറക്കാം, ചീത്ത കുടുംബത്തിൽ പറക്കാം, അമേരിക്കയിൽ ജനിക്കാം, ഇന്ത്യയിൽ ജനിക്കാം, ആഫ്രിക്കയിൽ ജനിക്കാം, ഓസ്ട്രേലിയയിൽ ജനിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രഹ്മാണ്ടങ്ങളിൽ ജനിക്കാം, എവിടെയും പോവാം. അത് നമ്മുടെ കർമ്മം അനുസരിച്ച്. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ ഭക്തി എന്നുള്ളത് ഭഗവാൻ തുല്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അത് ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് വൈ ഭഗവാൻ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആണോ അത്രത്തോളം ഇൻഡിപെൻഡന്റ് ആണ് ഭക്തി. ഭക്തി ഭഗവാന്റെ ഒരു സ്വരൂപമാണ്, ഭഗവതിന്റെ സ്വരൂപത്തിന്റെ ഒരു ഭാഗമാണ് ഭക്തി എന്നത്. വളരെയധികം ഇൻഡിപെൻഡന്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് വെള്ളം, മഴ പെയ്യുന്ന, മഴ എല്ലാതെങ്കിലും ഒരുമിച്ച് വീണത് ഒരേപോലെ വീണ്ടുണ്ട്. ഡെസേർട്സില്, മൗണ്ടൻസില്, കുളത്തിൽ അല്ലെങ്കിൽ കരയില് അല്ലെങ്കിൽ കടലില് ഒരേപോലെ മഴ പെയ്യുന്നുണ്ട്. അതിൽ മഴ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കുന്നുണ്ട്. ആർക്കെങ്ങനെ സ്വീകരിക്കും അനുസരിച്ചിട്ടാണ്, എങ്ങനെ സ്വീകരിക്കണം അതനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഭക്തി കൂടുകയും കുറയുകയും ചെയ്യാം. നമ്മുടെ സൂര്യപ്രകാശം അല്ലെ, സൺലൈറ്റ് വരുമ്പോ ഒരു മിറർ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത്? സൂര്യപ്രകാശം ഏറ്റവും റിഫ്ലക്ട് ചെയ്യുന്ന മീഡിയ ഏതാണ്? കണ്ണാടി അല്ലെ. കണ്ണാടിക്ക് വളരെയധികം റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഒരു വെള്ളത്തിലാണെങ്കിലോ സാധാരണ ജലത്തിനെ കുറച്ച് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് പറയാൻ പറ്റും. ഇത് സാധാരണ ഒരു പുല്ല്, പുൽച്ചെടി അല്ലെങ്കിൽ സാധാരണ ഒരു മണ്ണ് അതിലേക്ക് വീഴുകയാണെങ്കിലോ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ? സൂര്യപ്രകാശം ഒന്നല്ലേ? സൂര്യപ്രകാശം ഒന്നാണ്, പക്ഷേ ദ മീഡിയം വിച്ച് ഈസ് റിഫ്ലക്റ്റിംഗ് ആർ ഡിഫറെന്റ്. ആ മീഡിയം പാത്രം വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ നമ്മൾ സ്വീകരിക്കുന്ന എത്രത്തോളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ, ഭഗവാന്റെ ആ സ്വരൂപം എത്രത്തോളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ഭഗവാന്റെ ആ ശ്ലോകത്തിൽ പറയുന്നത്, യേ യഥാ പ്രപദ്യന്തേ താം സരൈവ ഭജാമ്യഹം. ഏതാ ശ്ലോകത്ത്? 4-ാം അധ്യായത്തില് 13 അല്ലേ? 11 4:11. ഹരേ കൃഷ്ണ. ഒരു കറക്റ്റ് പറഞ്ഞു. 4:11. യേ യഥാ പ്രപദ്യന്തേ മാം താം സദൈവ ഭജാമ്യഹം. ആരെ എങ്ങനെയാണോ എന്നോട് അടുക്കുന്നത് അതേപോലെ ഞാൻ റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറഞ്ഞ ഭക്തി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കർമ്മ. അത് ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പൊ വേറെ പറയുന്നത് സച്ചിദാനന്ദ ആനന്ദേ ഭക്തി യോഗേ തിഷ്ഠതി. സച്ചിദാനന്ദ രസേ ഭക്തി യോഗേ തിഷ്ഠതി. ഭക്തിയോഗത്തിലാണ് ഭഗവാന്റെ ആ സച്ചിദാനന്ദ രസം മുഴുവൻ കിടക്കുന്നത്. ആ ഭക്തിയോഗത്തിലാണ്. അപ്പൊ എത്രത്തോളം ഭക്തിയോഗത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുമോ അത്രത്തോളം ഭഗവാന്റെ ആ പ്രേമമായ ആ ലവിങ് ഡിവോഷണൽ സർവീസിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് വളരെ ക്ലിയർ ആയി, കർമ്മവും ഭക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ശ്ലോകത്തിന്റെ കറക്റ്റ് ആയിട്ട് മീനിങ് കിട്ടുക. അഭിചേ സുധിരാചാരോ ഭജദേമാം അനന്യവ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സ. ഇപ്പൊ ക്ലിയർ ആയി. ഭഗവാൻ എന്താ പറയണ? എന്നോട് വളരെയധികം എന്താ പറയാ മെന്റലായിട്ട് അല്ലെങ്കിൽ എന്നെ വളരെയധികം പ്രാപിക്കണം എന്ന വളരെ ആഗ്രഹമുള്ള ഒരാള് എപ്പോഴെങ്കിലും ദുഷ്കർമ്മം ചെയ്ത് നിരത്ത് പതിക്കുകയാണെങ്കിൽ അയാളെ ഒരിക്കലും തള്ളിപ്പറയരുത്. സാധുരേവ സമന്തവ്യ. അദ്ദേഹം പറയാൻ വളരെ ക്ലിയർ ആണ്. ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അയാളെ സാധുവായി തന്നെ കണക്കാക്കണം. വേറെ മറ്റൊരു എന്താ പറയാ ജീവിയായിട്ട്, നികൃഷ്ട ജീവിയായിട്ടോ അല്ലെങ്കിൽ ദുരാചാരിയായിട്ടോ ഒരിക്കലും കണക്കാക്കാൻ പാടില്ല. ദുരാചാരിയല്ല, അയാൾ സാധുരേവ സമന്തവ്യ. എന്നിട്ട് അതിന് റീസൺ പറയണം, സമ്യക് വ്യവസ്ഥിതോ ഹി സ. എപ്പോഴും
എൻ്റെ തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് വളരെയധികം മൺമനമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹത്തെ മനസ്സിൽ എപ്പോഴും ഞാൻ തന്നെയുള്ളൂ. എന്നെ പറ്റിയ ചിന്തകൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നെ എങ്ങനെ സേവിക്കണം, ലവിങ് ഡിവോഷണൽ സർവീസ് എങ്ങനെ ചെയ്യിക്കണം എന്നൊറ്റ ചിന്തയിൽ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അയാളുടെ ചെയ്തു പോയ പഴയ കർമ്മത്തിന്റെ ആ വാസന കൊണ്ട് അയാൾ വീണ്ടും ചില കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം അയാളെ തള്ളി പറയരുത്. അപ്പോ ഭഗവാനുടെ ഭക്തിയില്ലാത്ത ആൾക്കാർ ദുഷ്കർമ്മം ചെയ്യുന്നു, അല്ലാത്ത വ്യത്യാസം ഇവിടെ ഉണ്ട്. അതാണ് ഏഴാമത്തെ അപരാധത്തിൽ പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ഭക്തി കൊണ്ട് നാമം അത് അതിലേക്ക് വേറെ വരാം. അത് മറ്റേതാണ് പ്രാകൃത സഹാജിയൊക്കെ കുറിച്ച് വരാം. ഇതിപ്പോ ഭഗവാൻ പറയാണ് കർമ്മമായിട്ട് അത് ബന്ധമില്ല. അയാളുടെ കർമ്മത്തിൽ മോശമായാലും ശരി, അയാളെ എന്നിൽ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അയാളെ ഒരിക്കലും മോശമായിട്ട് കണക്കാക്കരുത്. സാധുരേവ സമന്തവ്യ. അപ്പൊ അർജുൻ ചോദിക്കണം, അങ്ങനെയാണ് ഭഗവാനെ? പല ഉപദേശത്തിലും വ്യത്യാസം പറയുന്നുണ്ടോ? അവിരതോ ദുശ്ശരണം ന ശാന്തോ ന അഹിത സമാഹിത എന്ന് പറയുന്ന കഥാപരിഷത്ത് പറയുന്നുണ്ട്. ആരാണോ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ നിർത്താൻ പറ്റാത്ത മനസ്സും ഇന്ദ്രിയങ്ങളും യാതൊരു കൺട്രോൾ ചെയ്യാണ്ട് അശാന്തമായിരിക്കുന്ന ആരാണോ അയാൾക്ക് ഒരിക്കലും ഭഗവാന്റെ നോളജ് കിട്ടില്ല എന്ന് കഥാപരിഷത്തിൽ പറയുന്നുണ്ടല്ലോ ഭഗവാനെ. ഭഗവാൻ പറയണ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് നമ്മൾ ഉപദേശത്തിൽ പഠിക്കലും മറ്റു പഠിക്കുക ഏതെങ്കിലും ശ്ലോകം എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നാച്ചുറലി മോശമായ ദുഷ്ചരണം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് ഈ കഥാപരിഷത്തിൽ പറയുകയാണെങ്കിൽ. ഭഗവത്ഗീത ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനോട് വളരെയധികം താതാത്മ്യം പ്രാപിച്ച ഒരാള് പഴയ വാസന കൊണ്ട് ചെയ്തു പോകുന്ന ഒരു കുറ്റങ്ങളും അതേ സമയത്ത് ഭഗവാനോട് യാതൊരു അടുപ്പില്ലാതെ, എന്ന സമയത്ത് ഭയങ്കര വേദനകളൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാൽ പക്ഷേ വളരെ ദുഷ്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് കാരണം വെച്ചാൽ സെൻസിന് യാതൊരു കൺട്രോൾ ചെയ്യും. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, മനസ്സിന് നിയന്ത്രണമില്ല, ഇന്ദ്രിയങ്ങളും നിയന്ത്രണമില്ല, ഒന്നിനും നിയന്ത്രണം. അങ്ങനെയുള്ള ആളും ഈ ഭക്തനും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അത് വേറെ ഇത് വേറെ എന്ന് ഭഗവാൻ പറയാണ്. ഭഗവാൻ പറയാൻ ശ്രീമദ് ഭാഗവതത്തില് കൊട്ടിയുന്ന ശ്ലോകം അതിലെ നെക്സ്റ്റ് ശ്ലോകത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ഷിപ്രം ഭവതി ധർമാത്മാ ശുഷച്ഛന്തി ദിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അങ്ങനെ ഇരിക്കുന്ന ആള് ക്ഷിപ്രം ഭവതി ധർമാത്മാ. ആരാണത്? വളരെ മോശമായ ഇടയ്ക്ക് ദുഷ്കർമ്മം ചെയ്യുന്നത്, പക്ഷെ അയാള് എപ്പോഴും എന്നിൽ തന്നെ ഇരിക്കുന്നത് ക്ഷിപ്രം ഭവതി ധർമാത്മാ. അയാള് വേഗം തന്നെ പ്യൂരിഫൈഡ് ആവും. ധർമാത്മാ ഏറ്റവും ധർമാത്മാ ശുഷച്ഛന്തി ഈ റിഗ്രറ്റ്സ് റിഗ്രറ്റ് ചെയ്യും. അയാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ പഴിഞ്ഞു പോയില്ല, ഇങ്ങനെ നമുക്ക് തന്നെ തോന്നില്ല. നമുക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ഉടനെ അല്ലെ മനസ്സിൽ നിന്ന് മോശം എന്തെങ്ങനെ വന്നേ എന്നുള്ള ഒരു ഫീലിംഗ് വരും. കാരണം ഭക്തിയുള്ളവർക്ക് അത് വരുള്ളൂ, ഭക്തിയില്ലാത്തവർക്ക് വരില്ല. ഭക്തിയില്ലാത്തവർക്ക് ഒരു വിഷമമില്ല എങ്ങനെ ചിന്തിച്ചാലും. പക്ഷെ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഭക്തന് മുഴുവനായിട്ടല്ല, പക്ഷെ ഭക്തിയിൽ വന്ന ആൾക്കാർക്ക് ചീത്ത വിചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മുടെ കോൺഷ്യസ്നസ് പൊള്യൂട്ടഡ് ആയി പോവുമല്ലോ എന്നുള്ള ആ ചിന്ത അവിടെ വരും. അപ്പൊ ശുഷച്ഛന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഓൾവേസ് റിപ്പൻസ് എന്നാണ് അവരുടെ മീനിങ് ആണ്. ഹി ഓൾവേസ് റിപ്പൻസ്. അങ്ങനെ ആൾക്കാർ മാത്രമേ പ്യൂരിഫിക്കേഷൻ വരുള്ളൂ. ചീത്ത കാര്യം ചെയ്യുകയും ചെയ്യുക, ഭഗവാനെ ജപിക്കുകയും ചെയ്യുക, പിന്നെയും ചീത്ത ചെയ്യുക, അതിൽ യാതൊരു വിഷമവും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രാകൃത സഹജീയ എന്ന് പറയുന്നത്. ഭക്തിവിനോദ ഠാക്കൂർജി പ്രാകൃത സഹജീയയുടെ 12 തരം ശാഖലറ്റി പറയുന്നുണ്ട്. ഗൗരംഗനാഗരി, സ്മാർത്താസ്, പിന്നെ ഗോസ്വാമീസ്, അങ്ങനെ കുറെ 12 തരം ഒരു ഡിവിഷൻസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ബേസിക്കലായിട്ട് ഇവർ പറയുന്നത് ഈ പ്രാകൃത സഹജീയ വെച്ച് കഴിഞ്ഞാൽ, സഹജീയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ജീവിച്ചാൽ മതി. ഈ നമുക്ക് നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഒരിക്കലും നമ്മുടെ കാമവാസനകളോ ഇന്ദ്രിയങ്ങളോ നിയന്ത്രിക്കാൻ കഴിയില്ല. അവരുടെ ഫിലോസഫിയാണത്. അവർ പറയാണ് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്, നമ്മുടെ നിയന്ത്രണം കൊണ്ട് ഒരിക്കലും നമുക്ക് ഇന്ദ്രിയങ്ങളെയോ മനസ്സിനോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് ഭക്തി ദേവിയുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ അങ്ങനെ നന്നായിട്ട് ജപിക്കാം, കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമെല്ലാം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കാം. ഒരു സുപ്രഭാതത്തിൽ ഭക്തി ദേവി വരികയാണെങ്കിൽ, നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം പ്യൂരിഫൈഡ്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളിത് കൺട്രോൾ ചെയ്യുന്ന യാതൊരു കാര്യമില്ല. ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അതാണ് ഇവർ ഈ ഗോപിമാരുടെ ഡാൻസും രസ ഡാൻസും ചെയ്യുന്ന കുറെ വർഗ്ഗങ്ങളുണ്ട്. അവരെയാണ് പൊതുവേ വൃന്ദാവനത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഈ വൃന്ദാവനത്തിലെല്ലാം നല്ല ഭക്തന്മാരാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം പ്രാകൃത സഹജീയ വന്നു. അപ്പൊ അവരോട് ഇവരവര് ഈ ഗുരുക്കന്മാർ പോലും അങ്ങനെയാണ്. അവർ ഭാഗത്ത് കുറെ തെറ്റുണ്ട്. അവരും സാധാരണ ജീവന്മാർ, അവരും കുറെ അധികം ചെയ്യുന്നുണ്ട് ഇതെല്ലാം. അങ്ങനെ കാണണം.
നമ്മൾ ഗുരുവിനെ അനലൈസ് ചെയ്യുമ്പോൾ ഗുരുവിന്റെ കുറ്റങ്ങൾ ശരി മനസ്സിലാക്കണം. എന്നിട്ട് മനസ്സിലാക്കണം അയാൾ സാധാരണ ജീവാത്മാവാണ്, അതുകൊണ്ട് ചെയ്തു പോയതാണ്, അതുകൊണ്ട് കുറ്റം പറയേണ്ട, നമുക്ക് കൂട്ടത്തിൽ കുറെ ചെയ്യാം, നമുക്കും ചെയ്യാം. ഹരേ കൃഷ്ണ ചെയ്താൽ മതി, ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ മതി, നമ്മളും ചെയ്തുകൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിലെ ഭക്തി ദേവി വന്നിട്ട് നമ്മുടെ ഇത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ എഫേർട്ട് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശീല പ്രഭുത് പറയണം, ശരിയാണ്, ഭക്തി ദേവി പ്രസാദിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു ഭക്തനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഭക്തി ദേവി എപ്പോഴും പ്രസാദിക്കും? അതായത് ഭക്തൻ ആ സാധകൻ വളരെ സിൻസിയർ എഫേർട്ട് നടത്തുകയാണ്. ഭഗവാനെ പ്രാപിക്കാനായിട്ട് സിൻസിയർ എഫേർട്ട് നടത്തുകയാണ്. കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പശ്ചാത്തപിക്കുകയാണ്. ഭഗവാൻ ഏകാദശി ചെയ്യണം, 16 മാല ജപിക്കണം, ഭഗവാനായിട്ട് എല്ലാ സേവനങ്ങളും ചെയ്യുന്നു, വളരെ സിൻസിയർ. അതിനാണ് നമ്മൾ സാധന ഭക്തി എന്നാണ്. ഈ സാധന ഭക്തി എത്രത്തോളം നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന ഭക്തനോട് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധകനോട് മാത്രമേ ഭക്തി ദേവി കടാക്ഷിക്കുള്ളൂ. സിമ്പിളാണത്. പക്ഷേ ഈ പറഞ്ഞ പ്രാകൃത സാഹചര്യ ആൾക്കാര് അങ്ങനെ അത് എതിർക്കുക, അവരങ്ങനെയല്ല. പക്ഷെ ഇവിടെ ഭഗവത്ഗീത പറയുന്നത് ശുഷച്ചന്തി, അത് ഈസ് ഓൾവേസ് റിപ്പന്റിങ്, നിഗച്ഛതി, അങ്ങനെയുള്ള ആൾക്കാരെ വേഗം തന്നെ ശാന്തി പ്രാപിക്കും. കൗന്ദേയ പ്രതിജാനീഹി, കൗന്ദേയ നീ ഇവിടെ പോയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുക. വലിയ സഭകൾ ഈ വിശ്വാസം ഇല്ലാത്ത സ്മാർത്ത ബ്രാഹ്മണരുടെയും മറ്റേ ആ ബ്രാഹ്മണ സഭയിൽ പോയിട്ട് നീ ഉറക്കെ പ്രഖ്യാപിക്കുക, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല, അല്ലെങ്കിൽ വീഴ്ചയാലെ നശിക്കുന്നില്ല. ഇതുകൊണ്ട് ഫിസിക്കലായിട്ട് പോകുന്നതാണോ, ശരീരം പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ പറഞ്ഞത്? ഭക്തി എന്നുള്ളത് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രഭാത് പറയണ്ട, ഒരുപക്ഷെ സിംഹത്തിന്റെ വായിൽ കിടന്നിട്ടായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ കാർ ആക്സിഡന്റ് ആയിരിക്കും മരിക്കുക, അല്ലെങ്കിൽ ആന ചവിട്ടിയിട്ടായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ വേറെ എന്ത് വിധത്തിൽ നമ്മുടെ ശരീരം പോയിക്കാം. അതുകൊണ്ട് ഭക്തി ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കും ഒരു ഏതെങ്കിലും ഭക്തനാൽ അതിലും ഒരു കുറെ ടെററിസ്റ്റ് ഒന്ന് വെടിവെച്ച് കുറെ കൂട്ടത്തിൽ കുറെ ഭക്തന്മാര് മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ. എന്തൊരു പ്രൊട്ടക്ട് ചെയ്തില്ല? ഭഗവാൻ പറയില്ലേ ഇന്നമായി ഭക്ത പ്രാശ്യതയും പറഞ്ഞു, ഇങ്ങനെ കുറെ ആൾക്കാർ മരിച്ചു, ഭക്തന്മാരെ മരിച്ചേ. അങ്ങനെ ചിന്തിക്കുക, അതല്ല, അത് നമ്മുടെ കർമ്മം അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടി കിട്ടും. പക്ഷെ ഭക്തനാണെങ്കിൽ അത് ഒരിക്കലും വിഷമില്ല, കർമ്മം അനുസരിച്ച് കിട്ടും. പക്ഷെ ഭക്തി ഒരിക്കലും അതാണ് നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമവി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയാൻ എന്ന് പറയാൻ കണ്ടതാണ്. അപ്പോ ഒരിക്കലും നമ്മൾ ഭഗവാന്റെ ശരീരമല്ല അവിടെ പ്രൊട്ടക്ട് ചെയ്യണം. ശരീരം പ്രൊട്ടക്ട് ചെയ്തോ ആ പ്രൊട്ടക്ട് കുറെ കേസ് നമുക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മുടെ കർമ്മത്തിന് ഭാഗം ഭഗവാന്റെ ഒരു ഡിസിഷൻ കൂടി അവിടെ വരുന്നുണ്ട്, നിർണയം വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ, ഭക്തൻ അത്രേ വിചാരിക്കുള്ളൂ. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് ഇയാളെ പെട്ടിട്ടു മറ്റാളെ പെട്ടിട്ടില്ല? അപ്പൊ ഈ ശരിയല്ല, ഈ ശ്ലോകം ശരിയല്ല, നമ്മേ ഭക്ത പ്രണശ്ശേരി ശരിയല്ല എന്ന് നമ്മൾ ആൾക്കാർ പറയും. ശരിയാണോ? അപ്പൊ ഏതെങ്കിലും ശ്ലോകം എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏത് ശരിയല്ലല്ലോ, അവിടെ ഇപ്പൊ ശരിക്കും ആ ഫിലോസഫി പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇവിടെ വരണം. അപ്പോ എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ചെയ്യുന്നത്? ശ്രീ ഭാഗവത്തിൽ പറയുന്നുണ്ട്, സ്വമൂല പാദ ഭജസ്യ പ്രിയസ്യ എന്ന് പറയുന്ന ശ്ലോകം വരുന്നുണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ഏത് ഭക്തനാണോ ഹരിയെ മാത്രം തെക്യ അന്യാഭിലാഷ്, വേറെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് ഹരിയുടെ ശരണത്തിൽ മാത്രം വരുന്ന ഒരാളാണോ, അയാൾ ഏതെങ്കിലും ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പരമാത്മാവായിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ മോശമായ കാര്യങ്ങളും തുടച്ചു നീക്കും എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. അത് നമ്മൾ ഭഗവാനെ ആദ്യം സറണ്ടർ ചെയ്യണം. അതാണ് ഡിവോട്ടീസും നോൺ ഡിവോട്ടീസും വ്യത്യാസമാണ്. 9th ചാപ്റ്റർ തുടങ്ങുന്നത് നോൺ ഡിവോട്ടി എങ്ങനെ ഒരാള് ഭഗവാനെ അടുത്തേക്ക് എത്താൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഉള്ളിലെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എല്ലാവർക്കും തുറക്കുമ്പോൾ അങ്ങനെയാണ് അല്ലെ. എല്ലാവർക്കും സ്വന്തം ഇന്ദ്രിയങ്ങളും സ്വന്തം കാര്യങ്ങളും മറ്റേ കാര്യം എല്ലാം സ്വന്തം കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഫാമിലി, നമ്മുടെ ആള്, നമ്മുടെ ശരീരം, നമ്മുടെ രാജ്യം, നമ്മുടെ റിലീജിയൻ, നമ്മുടെ കാര്യം എല്ലാം മാത്രമേ ഉള്ളൂ, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആള് എങ്ങനെയാണ് ഈ പദത്തിലെത്തുന്നത്? ഒന്നാമധികം സ്റ്റാർട്ടിങ് അങ്ങനെ പറയണം. സംഗതി വളരെ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ ഒരാൾക്ക് ഡിവോട്ടിയാകാൻ കഴിയും? കൃഷ്ണനെ നമുക്ക് അപ്പോ പ്രേമം ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ ടേസ്റ്റ് എന്താണ്? ഇപ്പൊ നമ്മുടെ ടേസ്റ്റ് ഇന്ദ്രിയ സുഖമാണ് വെക്കുക. എങ്ങനെ നമുക്ക് ടേസ്റ്റ് നല്ല രീതിക്ക് പോകാൻ പറ്റും? പരം ദൃഷ്ട്വാ നിവർത്തന്തേ. അപ്പൊ ഗീതയിലെ പറയുന്ന ശ്ലോകമാണ് പരം ദൃഷ്ട്വാ നിവർത്തന്തേ. സുപ്പീരിയർ ടേസ്റ്റ് ഉണ്ടാവണം. സുപ്പീരിയർ ടേസ്റ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ മോശമായ അധമായ ടേസ്റ്റ് മാറുള്ളൂ. അപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ ലവ് അല്ലെ, നമുക്ക് ഒരു സേവ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അയാളുടെ എന്ത് വേണം? നമുക്ക് അയാളെ പ്രേമം വേണം. എങ്ങനെ പ്രേമം ഉണ്ടാവും? എങ്ങനെ പ്രേമം ഉണ്ടാകും?
ഒരാളുടെ എങ്ങനെ നമുക്ക് പ്രേമം ഉണ്ടാവും? ഇങ്ങനെ എനിക്ക് ഒരാൾ ഭയങ്കര പ്രേമമാണ്, അപ്പൊ എങ്ങനെ ഞാൻ ആദ്യം പ്രേമം എനിക്ക് ഉണ്ടാവണം? ഞാൻ ആളെ അറിയണം അല്ലെ? എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അയാളുടെ അട്രാക്ഷൻ തോന്നുള്ളൂ. അല്ലാണ്ട് വെറുതെ വെച്ചുമ്പോൾ കണ്ട അട്രാക്ഷൻ തോന്നും. അയാൾക്ക് നന്നായിട്ട് അതുകൊണ്ട് ഭഗവത്ഗീത ശ്രീമദ് ഭാഗത്ത് 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നതാണ്. 9-ാം അധ്യായത്തിലെ 4th ശ്ലോകം പറയുന്നത് എന്താണ്? ഭക്തി വളരെ എളുപ്പമെന്ന് പ്രദേശം 3-ൽ പറയാണ്. അശ്രദ്ധാന പുരുഷ ധർമാസ്യ പരതപ അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാര സാഗര മൃത്യു സംസാര മണി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ശ്രദ്ധയില്ലാത്ത, എന്നോട് ഈ ഭക്തിയോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഭക്തി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഭഗവാനെ പറ്റി സ്വയം പറയുന്ന അവിടുന്നാണ് പറയുന്നത്. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി ചാഹം തേഷു അവസ്ഥിത. സ്റ്റാർട്ടിങ് അവിടെയാണ്. അപ്പൊ ഒരാൾ ആദ്യം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം? ഭഗവാൻ എല്ലാത്തിനും ഗ്രേറ്റ്. ഭഗവാൻ ഈസ് ഗ്രേറ്റ്. എന്താണ്? ഭഗവാൻ എല്ലാത്തിനും തുടക്കം ഭഗവാനാണ്, എല്ലാം സൃഷ്ടിക്കുന്ന ഭഗവാനാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ബേസിക് ഫിലോസഫി, ക്രിസ്ത്യൻ ഫിലോസഫി, ഭഗവത്ഗീത ഫിലോസഫി, ബൈബിൾ എല്ലാം പറയുന്നതാണ് ഭഗവാൻ ഈസ് ഗ്രേറ്റ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ് നമ്മുടെ ശാന്തഭാവം എന്ന് പറയുന്നത്. പക്ഷേ ബൈബിളിലോ അല്ലെങ്കിൽ ഖുറാനിലോ അതിനപ്പുറമുള്ള ഭാവമില്ല. ഭഗവാൻ ഈസ് ഗ്രേറ്റ് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് പ്രേമം തോന്നും. ഓക്കെ, വളരെ ഗ്രേറ്റ് ആണ്, ഓക്കെ ശരിയാണ്, പക്ഷേ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് വരില്ല. അപ്പൊ അവിടെയാണ് പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരണം. പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രേമം വരുള്ളൂ. അപ്പോഴാണ് ഭഗവാന്റെ ആ ലീലകൾ, അതാണ് ഭഗവാൻ, അതാണ് കംപ്ലീറ്റ്, അതാണ് ശിലപ്രഭു. There is no much description of God in other scriptures other than Srimad Bhagavatam and Bhagavad Gita. ഭഗവാന്റെ എല്ലാ ലീലകളും മുഴുവൻ വർണ്ണിക്കുന്നത് ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും വർണ്ണിക്കണം. അങ്ങനെ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് അവിടെ വരികയാണ്. പേഴ്സണൽ അറ്റാച്ച്മെന്റ് വരുമ്പോൾ either you love him as a dasa or you love him as a child or as a lover. അങ്ങനെ ആ ഭാവങ്ങളുണ്ട്. എന്താണ്? ശാന്തരസം, ദാസം, സാഖ്യം, വാത്സല്യം, മാധുര്യം, അങ്ങനെ പല. അത് ബേസിക് ആയിട്ടുള്ള 5 ഫ്ലേവേഴ്സ്. അതിനപ്പുറം വീര്യമാണ്, ഭീഷ്മരായിട്ടുള്ള ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പിന്നെ ജാമ്പവാൻ എങ്ങനെയാണല്ലോ 28 ദിവസം ഭഗവാനായിട്ട് അടികൂടി. അപ്പൊ അവർക്കെല്ലാം അങ്ങനെ ഫ്ലേവേഴ്സ്, പല രസങ്ങളാണ്. ഭക്തിയിലെ പലതരം നാനാതരത്തിലുള്ള രസങ്ങളാണ്. ഓരോ ഇൻഡിവിജ്വൽ സോൾസും ഭഗവാനായിട്ടുള്ള ഓരോ രസങ്ങൾ വരികയാണ്. അപ്പോഴാണ് അവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഭഗവാനോട് പ്രേമം വരുള്ളൂ. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ അപ്പൊ ആണ് പറഞ്ഞത് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. Only when you know him fully, then only you can surrender. ഒരാളെ മുഴുവൻ മനസ്സിലാക്കിയാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും, സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഭഗവാനോട് ഒരു അടുപ്പം തോന്നും, ഒരു സബ്മിസീവ് മെന്റാലിറ്റി വരും. ഈ സബ്മിസീവ് മെന്റാലിറ്റി എന്നാൽ നമുക്ക് സേവ ചെയ്യണം എന്നുള്ള ആ ആഗ്രഹം മനസ്സിൽ വരും. വെറും സേവയാണോ? അത് ശീലപ്രബോധൻ ഓരോ വാക്കുകളും വളരെ ക്ലിയർ ആണ്. ലവിങ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. ലവിങ് ഡിവോഷണൽ സർവീസ്, പ്രേമനിർഭരമായ സേവനം. ഡ്രൈ ആയിട്ടുള്ള ഒരു സേവനം അല്ല, വളരെയധികം പ്രേമം ഉണ്ടാവണം. ആ പ്രേമം ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ കർമ്മത്തിന്റെ ബാഡ് ഇഫക്ട്സ്, ആഫ്റ്റർ ഇഫക്ട്സ്, അല്ലെങ്കിൽ കർമ്മ എന്താ പറയാ റിയാക്ഷൻസ്, കർമ്മിക് റിയാക്ഷൻസ് മുഴുവൻ നശിക്കണമെങ്കിൽ ഭഗവാനുമായിട്ടുള്ള പ്രേമനിർഭരമായ സേവനം ചെയ്താൽ മാത്രമേ ആ സ്റ്റേജിലേക്ക്, ധർമാത്മാ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. പത്മപുരാണത്തോടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്താ? അപ്രാരാബ്ധ ഫലം പാപം കൂടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രലീയേത വിഷ്ണു ഭക്തി രഥാത്മകം. അപ്രാരാബ്ധ എന്താണ്? ദാറ്റ് വിച്ച് ഇസ് നോട്ട് മാനിഫെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഓരോന്ന് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റഡ് ആണ്, അത് കാരണം നമ്മൾ അനുഭവിക്കണം. അതിലേക്ക് നടുവേദന ഉണ്ട് അല്ലെ? ആ നടുവേദന എന്താണ്? കർമ്മത്തിന്റെ ഇഫക്റ്റ് ഇപ്പൊ ഓൾറെഡി അത് പ്രത്യക്ഷമായി കഴിഞ്ഞു, വേദനയായിട്ടിരിക്കുകയാണ്. ചില കേസ് പ്രത്യക്ഷാവില്ല, ചില കേസ് ഇപ്പൊ പ്രത്യക്ഷാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് പ്രത്യക്ഷമാവും. അതിനാണ് അപ്രാരാബ്ധ ഫലം. പാപം കൂടം ബീജം. അതിന്റെ അപ്രാരാബ്ധ പാപത്തിന്റെ പല സ്റ്റേജസ് ആണ്. കൂടം, ബീജം, ഫലോന്മുഖം. ആദ്യം സീഡ് ലൈൻ, പിന്നെ കുറച്ച് ചെടിയിൽ അത് വളർന്ന്
ഫലോന്മുഖമായി മാറും. ഇതെല്ലാം ഇല്ലാതാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രമേണൈവ പ്രളീയേത, പതുക്കെ പതുക്കെ അത് മാറും. എങ്ങനെയാണ്? വിഷ്ണു ഭക്തി രഥാത്മകം. ആ വിഷ്ണുവിനോടുള്ള ആ രഥാത്മകമായ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആ ഇത് വരുമ്പോഴാണ് അത് ഇല്ലാതെയാകുള്ളൂ എന്ന് പറയണം. അപ്പോ അങ്ങനെയുള്ള ആള് എന്താണ്? ധർമാത്മ ശുശുച്ഛന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അപ്പൊ അർജുനൻ പറയാം, അങ്ങനെയാണെങ്കിൽ നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്ക് മാത്രമേ ഭഗവാനോട് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അല്ലേ? അങ്ങനെയാണോ? ഭഗവാൻ മഹിപാർത്ത വിഭാഷിത്യ ഏവി പാപസുവിനയോഹോ ശ്രീയോ വൈശ്വസ്തദാശൂദ്രാസ് ഏവിയാന്തി പരാംഗതി. അതിനുള്ള മറുപടി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. വർണ്ണാശ്രമത്തിൽ ഇരിക്കുന്നതാണ്. എന്താണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ, ഇവരൊക്കെ എല്ലാവർക്കും വ്യഭാഷിത്യ നോക്കണം. വ്യഭാഷിത്യ എന്താണ്? വ്യഭാഷിത്യ എന്താണ്? ഒറ്റ കണ്ടീഷൻ ഭഗവാൻ പറയുന്നുള്ളൂ. മാഹി പാർത്ത വ്യഭാഷിത്യ, എന്നെ സറണ്ടർ ചെയ്യുക, എന്നെ ശരണമടയുക. എങ്ങനെയാണെങ്കിൽ അവർ ആരായിക്കോട്ടെ, ബ്രാഹ്മണായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ. സ്ത്രീകൾ വിഷമിക്കണ്ട, അറ്റാച്ച്മെന്റ് കൂടുതലുള്ളതുകൊണ്ട് സ്ത്രീകൾ അവിടെ പറയുന്നുള്ളൂ. സ്ത്രീകളായിക്കോട്ടെ, ശൂദ്രായിക്കോട്ടെ, ഇതും വിട്ടിട്ട് പറയാണ് പാപയോനയ, ചണ്ടാളന്മാരെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വർണ്ണാശ്രമത്തിരിക്കുന്നതാണ്. ഈ വർണ്ണാശ്രമത്തിന് അപ്പുറം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രീമദ് ഭാഗവതില് വൃത്തിയായി പറയുന്നുണ്ട്. അതേതാ? ശ്രീമദ് 2-ാം സ്കന്ധത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം ഉണ്ട്. കിരാത ഹൂണ ആന്ധ്ര പുലിന്ദ പുൽകഷ, അങ്ങനെ അറിയ ശ്ലോകം. അതായത് ശ്രീമദ് ഭാഗവതം ഈ 4 വർണ്ണങ്ങൾക്ക് അപ്പുറം വർണ്ണാശ്രമത്തിന് പുറത്തിരിക്കുന്ന കുറെ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. കിരാത, ഹൂണ, ആന്ധ്ര, പുലിന്ദ, പുൽകഷ, ആഭീര, ശുംഭ, യവന, കഷാദയ, ഏവി അന്യപാവ വ്യഭാഷാശയ ശുദ്ധ്യേതി തസ്മൈ പ്രഭ വിഷ്ണവേ നമ എന്ന ശ്ലോകം. അപ്പൊ എത്ര ആൾക്കാരുണ്ട്? 14 തരം ആൾക്കാരുണ്ട് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അല്ലെ മെയിൻ ആയിട്ട് കിരാതന്മാർ, ഹൂണ, ജമൻസാണ് ഉദ്ദേശിക്കുന്നത്. ഹൂണ, ആന്ധ്ര, പുലിന്ദ, പുൽകഷ, ആഭീര. അബീരാണ് അറേബ്യൻ മൗണ്ടൻസിലിരിക്കുന്ന അബീരാണ്. അപ്പൊ പിൽക്കാലത്ത് അത് അറേബ്യൻസ് ആയിട്ട് മാറുന്നതാണ് അബീര. ശുംഭ, യവന, യവനാണ് ഗ്രീസ് യവന. കഷാദയ, ഇങ്ങനെ പറയുന്ന ആൾക്കാര്. എവി അന്യേ പായി ചെയ്യുന്ന പല ആൾക്കാരെല്ലാം വ്യഭാഷാശ്രയ, ആ ഭഗവാന്റെ ഡിവോട്ടിയെ സറണ്ടർ ചെയ്യും. അങ്ങനെയുള്ള ഡിവോട്ടിയെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ശുദ്ധേതി, ആര്? ഭഗവാൻ കൃഷ്ണൻ ശുദ്ധാകാക്കും. ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ കർമ്മങ്ങൾ ശുദ്ധി മുക്തനാക്കാൻ ആകെ കൂടുതൽ കഴിവ് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോ ഭഗവാൻ നമുക്ക് ശുദ്ധീകരിക്കും? when the person surrenders not to direct to ഭഗവാൻ. ഇവിടെ വീണ്ടും അവിടെയാണ് ഗുരു വരുന്നത്. ഇവിടെയാണ് ഗുരുവിന് ഇമ്പോർട്ടൻസ് വരുന്നത്. വ്യഭാഷാശ്രയ, ആരാണോ ഭഗവാന്റെ ആശ്രയിച്ച്. ശീലപ്രഭുവാൻ എന്താ പറയണ? വിഷ്ണുപാദ എന്താ നമ്മുടെ ശ്ലോകം? എന്താണ്? നമോവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി. ആരാണോ ഭഗവാന്റെ കാൽപാദത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ആ പ്യൂർ ഡിവോട്ടി ആരാണോ? ആരാണ് പ്യൂർ ഡിവോട്ടി? ആ പ്യൂർ ഡിവോട്ടിയുടെ ശരണത്തിൽ നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനായിട്ട് ഡയറക്റ്റ് ലിങ്ക് കിട്ടില്ല. അതായത് ഡയറക്റ്റ് ലിങ്ക് കിട്ടില്ല. അവിടെയാണ് അവിടെ ഭഗവാൻ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഗുരുവിനെ. ഗുരു എന്നുള്ള ജീവതത്വമാണ്, പക്ഷേ ഭഗവാന്റെ വളരെ എംപവേർഡ് ഇൻ ദ സെൻസ് ഈസ് എ പ്യൂർ ഡിവോട്ടി. പ്യൂർ ഡിവോട്ടി. അപ്പോൾ നമ്മൾ സാറിന് പറയാറുണ്ട്, ദീക്ഷ എടുക്കുമ്പോൾ കർമ്മങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നു പറയും. അല്ല സോറി, ഗുരു ഏറ്റെടുക്കുന്നു. പക്ഷെ ഗുരു ഏറ്റെടുക്കുമ്പോൾ ആരാണ് ശരിക്കും അൾട്ടിമേറ്റ് ആരാ ഏറ്റെടുക്കുന്നത്? ഭഗവാൻ ഏറ്റെടുക്കണം. പക്ഷേ പ്യൂർ ഡിവോട്ടിയിൽ കൂടെ നമ്മൾ സറണ്ടർ മാത്രം നമുക്ക് ഭഗവാൻ ഏറ്റെടുക്കുന്നു ഇവിടെ. അതാണ് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിന്റെ വളരെ നല്ല ശ്ലോകം ഇതിൽ പറയാം. നമ്മുടെ ഭക്തപ്രഹ്ലാദ് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ആരാണോ നിഷ്കിഞ്ചനസ്യ എന്ന് പറയേണ്ടത്, ഈ കോണ്ടാമിനേഷൻ തീരെ ഇല്ലാത്ത ഒരു ഭക്തന്റെ കാൽപാദന്റെ പൊടി തലയിൽ ധരിക്കാത്തത്തോളം കാലം ഭഗവാനായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരു ഭക്തന്റെ കാൽപ്പൊടി തലയിൽ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൃപ കാരണം ഭഗവാനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ ഭഗവാൻ നമ്മുടെ ഈ കർമ്മങ്ങൾ
യാഗാക്കും. അപ്പോഴാണ് അവിടെ ഗുരു ശിഷ്യ ആ പരമ്പരയുടെ ആ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് തോന്നും ശരി, കുറച്ച് കാലം കുറെ കളിക്കുന്നു, ഇങ്ങനെ നടക്കാം, അപ്പൊ നമുക്കൊരു ദീക്ഷയ്ക്ക് എടുക്കാം എന്ന് തോന്നുന്നു. ദീക്ഷ എടുത്താൽ എന്ത് പറ്റും? ഗുരുവിന്റെ വാത്സല്യം നമുക്ക് കിട്ടും, അല്ലെ? സമൂഹം സർവഭൂതേഷു പ്രിയ ഭക്തിയ. അപ്പൊ ഒരു പാർഷ്യാലിറ്റി ഭഗവാനോട് ഭക്തമാക്കാൻ എന്ന പോലെ ഗുരുവിനും നമ്മളോട് ഭയങ്കര പാർഷ്യാലിറ്റി ഉണ്ടാവും. ആരാണോ ഭഗവാൻ ഗുരുവിന് ആരാണോ മാക്സിമം സറണ്ടർ ചെയ്യണം, അവിടെ സറണ്ടർ വരുന്നുണ്ട്. നമ്മള് ഗുരുവിനെ നോക്കി ദീക്ഷ എടുത്തു, എന്നാൽ എത്രത്തോളം ഗുരുവിന് ദീക്ഷ സറണ്ടർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഗുരുവിന്റെ ആ ഭക്തി കൃപ നമുക്ക് കിട്ടും. അപ്പൊ ആ സമയത്ത് ഗുരു ചിലപ്പോ പാർഷ്യാലിറ്റി കാണിച്ചു വരും. അപ്പൊ ഞാൻ ഒരിക്കൽ റായ്പൂരിൽ ഇരിക്കുമ്പോ മഹാരാജ് ക്ലാസ് എടുക്കുമ്പോ, ശ്രീമദ് ഭാഗവതം ക്ലാസ് എടുക്കുമ്പോ ബോർഡിൽ നമ്മൾ ഇതിപ്പോ എഴുതില്ല. അപ്പൊ രാജീവ് ലോചൻ എഴുതിയപ്പോ നല്ല ഭംഗിയുണ്ട്, നമ്മുടെ ദിനേഷ് ഗോപു എഴുതാനും നല്ല ഭംഗിയുണ്ടാവും, ഒക്കെ എഴുതുണ്ടാവും. ഇടയ്ക്ക് എനിക്ക് ആ സേവ കിട്ടും. ഞാൻ എഴുതി കഴിഞ്ഞാൽ ചില പ്രശ്നം ഉണ്ടാവും. കാരണം മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്റെ ആണെന്ന് എല്ലാവരും പറയാറ്, അതെ. അപ്പൊ ഞാൻ എഴുതി മഹാരാജ ക്ലാസ് തുടങ്ങി, വായിച്ചു, ബുക്കുങ്കി വായിച്ചു, മറ്റുള്ളവരുടെ പോലെ വായിച്ചു തുടങ്ങി ബോർഡ് നോക്കിയിട്ട് വായിക്കുമ്പോ കിട്ടില്ല, അതേപോലെ തപ്പി വായിക്കുന്നത്. അപ്പൊ 2 വർഷം പറഞ്ഞിട്ട് അത് പറഞ്ഞു പട്ന സെക്ടർ മഹാരാജ്, പട്ന സെക്ടർ. മഹാരാജ് നോക്കി മനസ്സിലായി സംഗതി ആരാ എഴുതിയെന്ന. ബിൽക്കുൽ പഠിച്ചാ ശരിക്കും വായിക്കാൻ പറ്റില്ലോ. നിങ്ങൾ അപ്പൊ വേറെ എന്നോട് പറഞ്ഞു വായിക്കാൻ പറ്റൂ, നമുക്ക് അറിയാം, ഞാൻ വായിച്ചു. ബിൽക്കുൽ അതിന്റെ ആവശ്യമില്ല, ശരിക്കും ബിൽക്കുൽ പഠിച്ചാ ശരിക്കും വായിക്കാൻ പറ്റും. ഒരു വിഷമില്ലാണ് മഹാരാജ് പറയും, ഒരു കുഴപ്പമില്ല, അതാണ് വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് അസലായിട്ട് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ ഭാഷയാക്കി വരേണ്ട അവിടെ. അത് നമ്മൾ എത്രത്തോളം സറണ്ടർ ചെയ്യണോ അതോളം ആ വ്യത്യാസം അവിടെ കാണിക്കും, ഗുരു കാണിക്കും അത്. അപ്പൊ ഇത് അവിടെ മാഹിപ്പാർത്ത വിഭാഷിത്യ പുനഃസ്വയോ. അപ്പൊ ഇത്രയും എന്നെ ആശ്രയിച്ചു വരികയാണെങ്കിൽ ഈവൻ ഏത് പാപയോനിൽ ജനിച്ചാലും പോലും രക്ഷയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണരുടെയും രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. കിം പുനഃ ബ്രാഹ്മണ പുണ്യ ഭക്ത്യാ രാജർഷയസ്തദ അനിത്യം അസുഖം ലോകം. അപ്പൊ ഇതിലെ പ്രഭാത ഇമ്പോർട്ടൻസ് കൊടുക്കണം, അനിത്യം അസുഖം ലോകം, അവിടെയാണ് എംഫസിസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ വീണ്ടും ഫിലോസഫിക്കൽ ഡിഫറൻസ് വരികയാണ്. ഫിലോസഫി മായാവാദികൾ പറയുന്നത് എന്താണ്? ഈ ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യാച്ചൻ ഇല്ലാത്ത കാര്യം. പക്ഷെ ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞ? ഇല്ലാന്നല്ല പറഞ്ഞ, ടെമ്പററി, അനിത്യം അസുഖം, ദുഃഖാലയം, അശാശ്വതം ദുഃഖാലയം. 8ാം അധ്യായത്തിലെ 15ാം ശ്ലോകം എന്താണ്? അശാശ്വതം ദുഃഖാലയം. എല്ലാത്തിലും പറയുന്നുണ്ട് ഇത് സംഗതി വളരെ ദുഃഖപൂർണമാണ്, അനിത്യമാണ്, ശാശ്വതമല്ല, ദുരിതപൂർണമാണ്. ഒക്കെ ആണെങ്കിലും ശരി ഇത് ടെമ്പററിയാണ്, സത്യമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പാമ്പിനെ കയറിനെ പാമ്പായിട്ട് കണക്കാക്കും, അതൊരു ഇല്യൂഷനാണ്. പക്ഷെ കയറ് സത്യമാണ്, പാമ്പ് സത്യമാണ്. കയറ് സത്യമല്ല പറയാൻ പറ്റില്ല, പക്ഷെ കയറിനെ പാമ്പായി കണക്കാക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. എന്നതുപോലെ ആത്മാവിനെ ശരീരത്തിനെ നമ്മളായി കണക്കാക്കും, അതാണ് ഫിലോസഫി. ശരീരമാണ് നമ്മൾ എന്ന് വിചാരിക്കുമ്പോൾ അതാണ് മായ. ശരീരം ഫാക്റ്റാണ്, ഇറ്റ്സ് എ ഫാക്ട്, ഓൾദോ ഇറ്റ് ഇസ് ടെമ്പററി. അത് ടെമ്പററിയാണ്, ശരീരം ടെമ്പററിയാണ്, ആത്മാവ് ശാശ്വതമാണ്. എന്നുകൊണ്ട് ശരീരം ഇല്ലാത്ത കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എൻജോയ് ഇല്ല പറയാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ടെമ്പററി ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സുഖം, ചിലപ്പോൾ ദുഃഖം, അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അതിനെ എടുക്കുമ്പോൾ അപ്പോഴാണ് കുറെ വിഷമം വരുമ്പോൾ ആൾക്കാർക്ക് അബ്രഹ്മജിജ്ഞാസ ശരിക്കും വരാം. ഭഗവാന്റെ എനർജി തന്നെയാണ്, പ്രകൃതിയാണ്, അത് പെർമനന്റ് ആണ്. പക്ഷെ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ടെമ്പററി ആയിട്ട് വരുന്നത്. അപ്പൊ ഭഗവാന്റെ ആ പ്രകൃതിയുടെ എക്സ്റ്റേണൽ എനർജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് നമ്മുടെ ശരീരം നമുക്ക് കിട്ടുന്നത്. ഈ ലോകം, പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞ സാധനം ഭഗവാന്റെ തന്നെ ഒരു ഇതാണ്. പക്ഷെ അത് അനിത്യ ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വളരെ ദുരിതപൂർവമായ കേശത്തിൽ എന്റെ ഭാഗമായ നിങ്ങൾ എന്തിന് ഈ അനിത്യവും അശാശ്വതവും ദുഃഖപൂർണമായ ഈ ലോകത്തിൽ എന്തിനത്ര ബുദ്ധിമുട്ടുന്നു? അതിനേക്കാണ് ഇവം പ്രാപ്യ ഭജസ്വമാം, എന്നെ ഭജിച്ചാ മതി, എന്നെ വളരെ സ്വീറ്റ് ആയിട്ട് ഭജിച്ചാൽ മതി. എന്തിനാ ഇവിടെ കഷ്ടപ്പെടണം? അങ്ങനെ ഭജിച്ചാൽ മതിയോ? എങ്ങനെ ഭജിക്കുക? പർജൻ ചോദിക്കാണ്, എങ്ങനെ ഭജിക്കുക? അപ്പോഴാണ് മന്മന
ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേഷ്യസി യുക്തൈവം യുക്തൈവം ആത്മാനം മത്പരായണ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എന്നെ മനസ്സിൽ നിറയ്ക്കൂ, എന്നെ മനസ്സിലാക്കി, എന്റെ ഭക്തനാകൂ, എന്നെ നമസ്കരിക്കൂ, എന്നെ ആരാധിക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ 9 സ്റ്റെപ്സിന് ചില ഭാഗങ്ങളാണ്. നവത അല്ലെ, ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ, നവത എന്ന് എല്ലാവർക്കും അറിയാം. ആ നവതയിലെ പല ഭാഗങ്ങള് ഭഗവാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സ്വീകരിക്കുന്ന ഒരാളായിരിക്കും. നമ്മൾ ആരെയാ പേര് വിളിക്കണം? കൃഷ്ണ. അപ്പൊ ആ ഭഗവാന് പേരുണ്ട്. നമ്മൾ നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോ എന്താണ്? ഒരു ഫോം ഉണ്ട് അല്ലെ, ഒരു ഫോം ഉണ്ട്, ഒരു നെയിം ഉണ്ട്, കുറെ പാസ്റ്റ് ടൈംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലെപ്പോഴും അറിയണം. അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കണം അല്ലെ. ഭഗവാന്റെ ആ വൈകുണ്ഠ ലീലകൾ, ഭഗവാന്റെ ഗോലോക ലീല, വൃന്ദാവന ലീലകൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കണം, മന്മനാവണം. എന്നിട്ട് നമ്മൾ മാം നമസ്കുരു, എന്നെ നമസ്കരിക്കണം. അപ്പൊ ഇവിടെ ശിലാ പ്രഭാത് പറയണം, ചില ആൾക്കാര്, ചില മായാവാദികൾ, ചില ഇന്റർപ്രിറ്റേഴ്സ് അവരെന്ത് ചെയ്യും? ഇത് കൃഷ്ണനെ അല്ല നമസ്കരിക്കേണ്ടത്, കൃഷ്ണന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. കൃഷ്ണന്റെ ശരീരം വേറെയാണ്, കൃഷ്ണന്റെ ചൈതന്യം വേറെയാണ്, ആ ചൈതന്യമാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഭക്തി ഇല്ലാതെ. അപ്പൊ ഭഗവാൻ ഇത് വളരെയധികം ആൾക്കാരെ അപകടം ചെയ്ത കാര്യമാണ്. അത് മിസ്ലീഡ് ചെയ്യാണ്, പലപ്പോഴും മിസ്ലീഡ് ചെയ്യണം. ദൈവമില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ പറയുമ്പോ അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവത്ഗീതയിൽ 16-ാം അധ്യായത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ആരാണ്? അസത്യം അപ്രതിഷ്ഠം ദേ ജഗദാഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യേ കാമഹേതുകം എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് അസത്യമാണ്, ഈ ലോകത്തിന് യാതൊരു അടിസ്ഥാനമില്ല, യാതൊരു ബേസിസും ഇല്ല, ആകെ കൂടി കാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ് ഡിമോൺസ് എന്ന് പറയുന്നത്. ആണ് അസുരന്മാര്. ഈ അസുരവാക്കന്മാര്, അങ്ങനത്തെ ഒരു ആൾക്കാര് ചില ഡ്രസ്സൊക്കെ കാവ്യവേഷം ഇട്ടിട്ട് വലിയ വലിയ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ എല്ലാ സ്റ്റേജസിലും കൊണ്ട് ഇങ്ങനെ സംസാരിക്കും. ഇതൊക്കെ ഒരു സംയോഗമാണ്, ദൈവമുണ്ട് എന്ന് ഇത്രയും കാലം നമ്മളെ പറഞ്ഞു വെക്ക് വളരെ ക്രൂരമായിട്ടോ, വളരെ കഷ്ടമായി പോയത്. ഇത്രയും കാലം നമ്മളിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു ഇതെല്ലാം വിട്ടത്. ഇവിടെ ഒരു ദൈവമുണ്ട്, ഇവിടെ ഒരു സൃഷ്ടാവുണ്ട്, ഇവിടെ എല്ലാം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ബ്രെയിൻ വാഷ് ചെയ്തു. വളരെ ക്രൂരമായി പോയി. ഇതൊക്കെ നമ്മൾ പഠിച്ച് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ എന്തായത് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്ന ആൾക്കാര്, അതിനെയാണ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞത്. 16-ാം അധ്യായത്തിൽ അവരെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അവര് നമ്മ സുഖിച്ച് ഭയങ്കര പേരൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ അതിനുശേഷം ഇത് കഴിഞ്ഞാൽ ഭഗവാൻ എവിടെയാണ് അവരെ ഇടുന്നത് പറയുന്നുണ്ട്. ഏറ്റവും അന്ധകാരം നിറഞ്ഞ ഒരു കോണതയില് അവരെ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് 16-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഇപ്പോഴെല്ലാം ഭയങ്കര നന്നായിട്ട് ശരിയാണ്, പക്ഷെ കുറെ കഴിയുമ്പോ അത് അവസാനിക്കും. അപ്പൊ ഭഗവാൻ വേണ്ട നന്നായിട്ട് വേണ്ട മാമേവേശ്യുക്തവ്യം ആത്മാനാം പ്രേതാത്മന എന്ന് പറയുന്നത് എന്നെ തന്നെ കാണണം. മാമേവ മത്പരായണ പറയും. അപ്പൊ വീണ്ടും വരികയാണ്. സാധാരണ ഭഗവാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അഷ്ടാംഗികത്തിനേക്കാളും അല്ലെങ്കിൽ ജ്ഞാനത്തിനേക്കാളും കൂടുതൽ ഭക്തിയാണ് ചെയ്യേണ്ടത്. അന്യദേവതകളെ നമുക്ക് ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോ അന്യദേവന്മാരെ എല്ലാവിടെ താട്ടിപ്പറന്ന അന്യദേവന്മാർ ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാന്റെ എംപവേർഡ് ആയിട്ട് ആൾക്കാരാണ് അവിടെ. പക്ഷെ അവരെ പ്രാപിക്കുന്ന ആരാണ്? അന്യദേവന്മാരെ പ്രാപിക്കുന്ന ആരാണ്? ഏതാ? എല്ലാത്തിനും നമ്മുടെ ശാസ്ത്രം പറയാനുണ്ട്. അപ്പൊ ഭഗവത്ഗീത ഉടനെ കോട്ടിയാണ്. അപ്പൊ അവിടെ ധാറ്റി അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിൽ മാറും. ഉടനടി കോട്ടിയം 7-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകം എന്താണ്? കാമേശ്ചൈസ്തഹിതജ്ഞാന പ്രപദ്യന്തെ അന്യദേവത തം തം നിയമമാസായ പ്രതേ യഥാസ്വയം. അത് നമുക്ക് ഡിസയേഴ്സ്, കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഡിസയേഴ്സ് ഉള്ള ഒരാൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് അന്യദേവത ആയിട്ട് അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഒരിക്കലും അസോസിയേറ്റ് ചെയ്യരുത്. അന്യദേവന്മാരെ തള്ളാനല്ല അല്ലെങ്കിൽ നിഷ്കരിക്കാനല്ല അവിടെ പറഞ്ഞത്, അവരായിട്ട് അസോസിയേറ്റ്, അവരുടെ ഭക്തന്മാരായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്. വിഷ്ണുപുരാണത്തിൽ വളരെ വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. ആലിംഗനം വരം മന്യേ വ്യാല വ്യാസ ജലോകഷം സംഘയുക്തസ്യ ശല്യഗ്രാം അന്യദേവത കഴിക്കുന്ന ആ ഭക്തന്മാരായിട്ട് അതിനേക്കാൾ ഭേദം ആലിംഗനം വരം മന്യേ. ആരാണ്? വ്യാല വെച്ച് കഴിഞ്ഞാൽ പാമ്പ്, വ്യാഘ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലി, ജലവകുസം വെച്ച് കഴിഞ്ഞാൽ മുതല. ഇവരെല്ലാം നമുക്ക് കെട്ടിപ്പിടിക്കാൻ വേണ്ടി. പക്ഷേ
ഈ അന്യദേവതയെ ഭക്തന്മാരുടെ ഒരിക്കലും അസോസിയേറ്റ് ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ശീല രാമാനുജാര്യ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര അപകടം വരികയാണ്, ഇതിന്റെ വീട് നിങ്ങൾ കത്തിപ്പോവാണ്, നിങ്ങൾക്ക് ആകെ കൂടി രക്ഷയുടെ അപ്പുറത്തിരിക്കുന്ന ഒരു അന്യദേവതയെ ഭജിക്കുന്ന ഒരു അമ്പലോ അല്ലെങ്കിൽ ഒരു വീടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും പോകരുത്. ബെറ്റർ യു ലൂസ് യുവർ ബോഡി എന്ന് പറയുന്നത് രാമാനുജാര്യ പറയുന്നതാണ്. അപ്പൊ അവിടെ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാമഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്തി പോകും. അതുകൊണ്ട് ഭക്തി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. പ്രത്യേകിച്ച് ബിഗിനിങ് സ്റ്റേജിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് നമ്മുടെ ഒപ്പീനിയൻ ആണോ, നമ്മുടെ സ്വന്തം നിഗമനമാണോ, അതോ അതിന് ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ? അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ആ തത്വം വരുന്നവിടെ. നമ്മൾ പലതും പറയും, പല ഭാഗത്തും നമ്മൾ കേൾക്കുന്നുണ്ടാവും. അതനുസരിച്ച് നമുക്ക് കുറെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്സില് പലതരം ഒപ്പീനിയൻസ് വളരെ ഡേഞ്ചറസ് ആണ്. എന്റെ അഭിപ്രായം, ഈ അഭിപ്രായം ശാസ്ത്രത്തിന് സപ്പോർട്ട് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അത് വൈഷ്ണവ എറ്റിക്വറ്റ് ആയാലും ശരി, ഫിലോസഫി ആയാലും ശരി, ഏതായാലും ശരി, നാം പറയുന്ന കാര്യത്തിന് ശാസ്ത്രിക് സപ്പോർട്ട് ഉണ്ടോ എന്നില്ലെങ്കിൽ അത് തള്ളണം. 16-ാം അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകം അതാണ് പറയുന്നത്. നോക്കിയാൽ മതി. 16-ാം അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകം എടുത്ത് നോക്കുക. അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ശാസ്ത്രം വിട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും എന്ത് പറയുകയാണെങ്കിൽ അത് ആൾക്ക് ശാന്തിയോ അല്ലെങ്കിൽ സന്തോഷമോ ഒരിക്കലും ലഭിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രം എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രം നീ പ്രവർത്തിക്കണം അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതാണ് അവസാനിക്കുന്നവിടെയാണ്. യു ഡിപെൻഡ് ഓൺലി ഓൺ ശാസ്ത്ര, യു ഡിപെൻഡ് ഓൺ സ്പിരിച്വൽ മാസ്റ്റർ, യു ഡിപെൻഡ് ഓൺ സെയിൻസ്. ഇസ്കോണിന്റെ 3 സ്ട്രക്ചറാണ് ശാസ്ത്ര, സെയിൻസ് ആൻഡ് സ്പിരിച്വൽ മാസ്റ്റർ. 3 S ആണ്. അതാണ് ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. നമ്മൾ പെട്ടെന്ന് വിശ്വാസം ഇങ്ങനെ കൂട്ടുക. ആദ്യം തന്നെ ശാസ്ത്ര, പിന്നെ സെയിൻസ്, അത് അനുഷ്ഠിച്ചിരുന്ന വലിയ വലിയ മഹാത്മാന്മാര്, പിന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. ഈ 3 പേര് എന്ത് പറയുന്നോ അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അത് ഒരേ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. ബ്ലൈൻഡ് ആയിട്ട് സ്വീകരിക്കാൻ ഒരിക്കലും പറയുന്നില്ല. യു ഹാവ് ടു can be skeptic, but you have to be a submissive mind. ഓപ്പൺ മൈൻഡ് ആണ്, സബ്മിസീവ് മൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ആത്മീയപാതയിൽ മുന്നേറും. ഹരേ കൃഷ്ണ.